അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഫാമിലി ആയിട്ട് കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഫാമിലിയിൽ ഒരാളെ കുറവുള്ളൂ. അതെ, നമ്മുടെ പൊന്നു മാത്രം. പൊന്നിന് ക്ലാസ്സുള്ളതുകൊണ്ട് പൊന്നിന് വരാൻ പറ്റിയില്ല. പിന്നെ വേറെ കുറെ പേരൂടെ മിസ്സിംഗ് ഉണ്ട്. അതെ അതെ, അങ്ങനെ പറയുമ്പോൾ വേറെ കുറെ പേരൂടെ ഉണ്ട്. അപ്പൊ അത് പിന്നെ ലോറിയിൽ എല്ലാവരെയും കൂടെ കൊണ്ടുവരാൻ പറ്റിയല്ലോ. പിന്നെ എന്നാ പിന്നെ വണ്ടി എടുത്തോളാം. അപ്പൊ ഇങ്ങനെ നമ്മള് കാഠ്മണ്ഡു ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 100 കിലോമീറ്റർ കൂടെ കാഠ്മണ്ഡുവിനുള്ളൂ. 100 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഇത് തൃശ്ശൂലി നദിയുടെ തീരത്താണ് നിൽക്കുന്നത്. തൃശ്ശൂലി നദിയുടെ തീരത്തൂടെയാണ് നമ്മൾ ഇനി പോകുന്നത്. ആദ്യം നമ്മൾ ഗണ്ഡകി നദിയുടെ തീരത്തൂടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതെ. അപ്പം സമയം ഇപ്പം 3 മണി കഴിഞ്ഞു. കുറെ മലകളൊക്കെ കയറി നമ്മളിങ്ങനെ വന്നത്. ഇനിയും ഒരുപാട് മല കയറാനുണ്ട്. കയറിയ ഇറങ്ങണം. അന്നേരമാണ് നമ്മൾ കാഠ്മണ്ഡു വാലിയിൽ ചെല്ലുന്നത്. അത് നമ്മൾ ജമ്മുവിൽ നിന്ന് പോകുമ്പം ശ്രീനഗറിലേക്ക് പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെ കുറേ മലകൾ കയറി ഇറങ്ങി വേണം പോകാൻ. അപ്പം എങ്ങനെയുണ്ട്? ആരാ ഓടിക്കുന്നത്? അമ്മ കണ്ടോ? ആര് വേണമെങ്കിലും ഓടിച്ചോ. കൂടുതൽ ഇപ്പം ഈ ട്രിപ്പ് മൊത്തമല്ലേ വണ്ടി ഓടിച്ചിരുന്നത്. ഡ്രൈവറിന് ഇടയ്ക്ക് മെയിൻ ആവാനുള്ള ഒരു ചാൻസ് കൊടുക്കണം. തീർച്ചയായിട്ടും കൊടുക്കാം. എന്തോ അപ്പൊ എന്നാ എടുത്തോ, സ്റ്റാർട്ട് ചെയ്തോ, ഇറങ്ങിയോ, പോയേക്കാം. മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. മഴ വരുമെന്ന് തോന്നുന്നു. എന്നാ പോയിട്ടോ. മിക്കവാറും നല്ലൊരു മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലോറിയിലെ ഇന്റർനാഷണൽ ട്രിപ്പായ K2K കേരള ടു കാഠ്മണ്ഡു ഇപ്പൊ കാഠ്മണ്ഡുവിലേക്ക് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ പുത്തേ ട്രാവലോന്റെ കേരളത്തിൽ നിന്നും കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോഴേ ഉത്തരാഖണ്ഡ് അല്ലെന്ന് ആരെങ്കിലും പറയുമോ? അതെ, ഇവിടെയൊക്കെ കണ്ട കറക്റ്റ് ഉത്തരാഖണ്ഡ് പോലെ തന്നെ. ഉത്തരാഖണ്ഡ്, ഹിമാചല്, കാശ്മീർ ഒക്കെ പോലെ തന്നെ. നമുക്ക് പോകാനുള്ള വഴി ആ സൈഡിൽ കൂടെ കിടക്കുന്നത്. ആ നദിയുടെ തീരത്തോടെ തന്നെ എന്താ മല കട്ട് ചെയ്ത് പണിതേക്ക് റോഡ്. ഈ മലയുടെ മുകളിൽ നിന്ന് കണ്ടോ ഇടിഞ്ഞു പോന്നേക്കുന്നേ. ഇവിടെയൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെ നേപ്പാളിന്റെ മലനിരകളിലെ ഇടയിൽ കൂടെ ജലജാജതി ടഫായിട്ട് വണ്ടി ഓടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാ ഇടയ്ക്ക് ഇടിഞ്ഞു വീഴുന്നാന്ന് തോന്നുന്നു കണ്ടിട്ട്. ട്വിൻ കോല ബ്രിഡ്ജ് ഇരട്ടപ്പാലം തോന്നുന്നല്ല, ഇരട്ടപ്പാലം ആണല്ലോ. ഇരട്ട പറ്റുക. ബസ് അവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. UP വണ്ടിയാണല്ലോ. അവിടെ നിർത്തേ, കയറ്റി നിർത്ത്. क्या होगा गाड़ी का? क्लच बेयरिंग है. हाँ चलो, പുള്ളിക്ക് അപ്പുറം വരെ പോകാൻ വേണ്ടിയിട്ടാ. गाड़ी कहाँ का गाड़ी? UP का गोरखपुर. ओ ये टूरिस्ट को लेके था. और क्या किया फिर? नहीं टूरिस्ट लोग. हाँ हाँ हाँ, होटल में है. कब होगा क्लच? बस हो गया बस. क्लच कब फेल होगा? आज होगा. अभी हो बन रहा है. हाँ उसी का सामान था. हाँ हाँ, मिला इधर सामान. आगे ये चल रहा है. हाँ 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 हाँ, അപ്പോൾ ഇവിടെ വരെ ഉള്ളൂ. ഇത് 1.5 കിലോമീറ്റർ ഉള്ളായിരുന്നല്ലോ. ഇവിടെ ഒതുക്കി നിർത്താം. നമുക്ക് വേണം ഒരു ചായ കുടിച്ചിട്ട് പോകാം. ചായ കുടിക്കുന്നത് ഇവിടെ ഒതുക്കി നിർത്താൻ ചായ കുടിച്ചിട്ട്. കാപ്പി ഉണ്ടോ? കാപ്പി വേണം. ആ इधर से आ मेरा बढ़िया अम्मा या अम्मा थोड़ा राउंड है. സാറിനെ പിടിച്ചോണ്ട് പോവാണോ? ആണ്ട കൊണ്ടുവന്നു. आओ इधर. या अम्मा मेरा या मम्मा അയ്യോ എന്നാ സ്നേഹം നോക്കി. क्या थोड़ा रागो नी बनी तीन जना भात खानी देगे भात दिनु रे थोड़ा को कहाँ वो मम्मी नमस्कार रे उयो गाडी चलाएर आएको കേരള കേരള केरा आयो कि कान्छी आज तिनजना हो 2 जना नानी आयो बेटी बेटी है आफा नाति के भन्छ के
ബേട്ടിയൊക്കെ മോളൊക്കെ കാഠ്മണ്ഡുവിലാണ് താമസിക്കുന്നെന്ന് പറഞ്ഞു. മോൾക്കൊരു കുഞ്ഞുവാവയുണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ മണ്ണടുപ്പ് ഉണ്ടോ? എല്ലാ വീട്ടിലെ അടുപ്പുകൾ ഇങ്ങനെ അല്ലേ? ഇതുപോലെ ഈ കട എല്ലാം ഇവരുടെയാ. അതെ അതെ. അമ്മ കാപ്പി ഉണ്ടാക്കാൻ പോയിക്കാ, അപ്പുറം കണ്ടാന്ന് തോന്നുന്നു. അതെ, അവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ട്. അതെ, അവിടെ ഇരുന്ന് കഴിക്കാം. ഇതെല്ലാം ഒറ്റ കുടുംബക്കാരാ. അത് വേണേ എടുത്തു മാറ്റാവുന്ന, അതൊരു സ്റ്റാൻഡേർഡിലാണ് അടുപ്പുണ്ടാക്കിയേക്കുന്നത്. അല്ലേ, തകർപ്പൻ മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഇടി മുഴങ്ങുന്നുണ്ട്. കാപ്പിയല്ലേ പറഞ്ഞേ? ശരി, ചായ അവിടെ അല്ലേ പറഞ്ഞത്? എടുത്ത ഇവിടെ 2 ചായക്ക് 31 രൂപ. 31 തന്നെ കണക്കല്ല, 30 ആയിരിക്കും അല്ലേ? ഒരു ചായക്കാ 30 രൂപ. 60 രൂപ. 60 രൂപ ആണോന്ന് ചോദിച്ചേ. 60 രൂപ. 60 രൂപ. അപ്പം അതെ. എന്നാ കാറ്റാ. താഴെ ഇത് 2 പാലമുണ്ട് ഈ നദിക്ക് കുറുകെ. ഇത് പഴയ പാലമാണ്, ഇരുമ്പേലുള്ള. അപ്പുറം അതേപോലെ തന്നെ അപ്പുറം വേറൊരു പാലം. നമ്മളതിലാണോ പോന്നെ? അതിലാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ കറങ്ങി അങ്ങോട്ടാ ചെല്ലുന്നതെന്ന് തോന്നുന്നു. ബസ്സൊക്കെ അതിലേ പോകുന്നതാണ്. ബസ് താഴെ കൂടെ പോകുന്നുണ്ട്. തുള്ളി എന്നാ കനത്തിലുള്ള തുള്ളിയാ വീഴുന്നേ. ഇത് കറങ്ങി താഴോട്ട് തന്നെ ചെല്ലുന്നതെന്ന് തോന്നുന്നു. അല്ല, അത് വേറൊരു വഴിയാ. ഇവിടുന്ന് അങ്ങോട്ട് വഴി തിരിയുന്നുണ്ട്. പക്ഷേ ഇത് എവിടുന്ന് എങ്ങോട്ടാന്ന് ചോദിക്കണം ആരുടെയും. അപ്പോൾ ഇത് മുകളിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ അവിടുന്ന് ഒരു 36 കിലോമീറ്റർ പറഞ്ഞില്ലേ, ആ സ്ഥലം ഇത്. ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പൊക്രായ്ക്കും പോവും, നമ്മൾ റൈറ്റിലേക്ക് കാഠ്മണ്ഡുവും പോവും. ഇതല്ലേ പൊക്ര 90 കിലോമീറ്റർ, കാഠ്മണ്ഡു 110 കിലോമീറ്റർ നമ്മൾ ഒട്ടും ഓടിയില്ല കേട്ടോ. സൈഡിൽ കൂടെ എല്ലാം ഹോട്ടലുകളാണ്, ഇതെല്ലാം ഹോട്ടലാണ്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ എത്തുന്ന സ്ഥലമല്ലേ? ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നത്. ഈ ഭാഗത്തെല്ലാം വരുന്ന ഇന്ത്യൻ വണ്ടികളാണ്. ഡൽഹിയിൽ നിന്നുള്ള വരുന്ന വണ്ടികളും UP രജിസ്ട്രേഷൻ വണ്ടികളാണ് ഒത്തിരി കാണുന്നത്. ഇതൊക്കെ UP വണ്ടിയാണ്. അപ്പുറം വരണം വഴി കിടക്കുന്നുണ്ടല്ലേ, അത് UP വണ്ടിയാണ്. ഇതിനപ്പുറം കിടന്ന 2 വണ്ടി UP വണ്ടിയാണ്. അപ്പോൾ നമ്മൾ നാരായൺഘട്ട് മുഗ്ലിൻ ഹൈവേ അവിടെ കൊണ്ട് തീർന്നു. ഇനിയിപ്പം വേറെ റൂട്ടാണ്, വേറെ ഹൈവേ ആയിരിക്കും. ഇനി അങ്ങോട്ട് വഴി മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടാറ്റോപ്പാൻ 224, തൃശ്ശൂലി 85, കാഠ്മണ്ഡു 100 കിലോമീറ്റർ. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയ തണുപ്പുണ്ട്. അല്ലെങ്കിൽ തണുപ്പാ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ. ഉള്ളോട്ട് ചെല്ലും തോറും തണുപ്പ് കൂടി വരും. എന്റെ വെതർ അപ്ഡേറ്റ് കറക്റ്റ് ആയിരുന്നു. ഞാൻ ഈ വെതർ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴേ കാഠ്മണ്ഡുവിൽ 60% മഴയാണ്. അപ്പൊ കറക്റ്റ് അടുക്കാറായപ്പോ തൊട്ട് മഴയുണ്ട്. ഈ വഴിക്ക് വലിയ വീതിയില്ല, നമ്മളിപ്പം വന്ന വഴിയുടെ അത്രയും വീതിയില്ല. ഇതുണ്ട്, ഈ ഒരു വഴി, ചെറിയൊരു വഴി കയറിപ്പോന്നുണ്ട്. ഈ മലയുടെ മുകളിലോട്ടുള്ള വഴിയാണ്. ഇവിടുന്ന് വഴിയുടെ കാര്യം പരിതാപകരമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ബ്ലോക്കല്ലെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വല്ലതും വണ്ടി വരുന്നുണ്ടായിരിക്കും. അതാ 2 വണ്ടി പോകാൻ ഇടയില്ലാത്ത സ്ഥലത്തെ ഇവിടെ ഒരു സൈഡേ വണ്ടി പോകുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അതേ അങ്ങോട്ട് പോയ വണ്ടികളെല്ലാം പോയി, അങ്ങോട്ടുള്ള ലൈൻ പോകാൻ തുടങ്ങി. വഴിയിലൊക്കെ ഒത്തിരി പോലീസുകാരെ കണ്ടു, പക്ഷേ ഈ ട്രാഫിക് നിയന്ത്രിക്കാൻ ആരെയും കണ്ടില്ല അല്ലേ? ഇവിടെ നിന്നൊക്കെ അതെ, ആ മല ഇടിഞ്ഞു വന്നതാണോ ഇടിച്ചതാണോ? ഇവിടെയും വീതി കുറവാണ്. അങ്ങോട്ട് ഈ ട്രെയിലറൊക്കെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ചെറുവണ്ടികളെല്ലാം പോയി. ഇവിടെ വീതി കുറവായതുകൊണ്ടോ കണ്ടോ, കറക്റ്റ് 2 വണ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ. വണ്ടികളൊന്നും അധികം വരെയൊന്നും പോയിട്ടില്ല. ഇതേ അവിടെ നിൽക്കുകയല്ല, ഇവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുക റോഡിൻ്റെ. അങ്ങോട്ട് അവിടെ എല്ലാം ബ്ലോക്കാണ്. ഗ്യാസ് വണ്ടികൾ ഇഷ്ടം പോലെ പോകുന്നുണ്ടല്ലോ. നമ്മൾ തിരിച്ചു ചെല്ലുമ്പോഴത്തേനും ഡീസലൊക്കെ കിട്ടുമോ? ഇതിനിടയ്ക്ക് വണ്ടി കയറി വരുന്നുണ്ടോ? നാരായൺഘട്ട് പോകുന്ന വണ്ടിയാണ്, ട്രിപ്പ് വണ്ടിയാണ്. അവിടുത്തെ വണ്ടികളുണ്ടോ? ഇത് ബോർഡ് വെച്ചാൽ ഓടുന്നത്, ആ സൈസ് വണ്ടി ട്രിപ്പ് വയ്ക്കുന്നത്. ബ്ലോക്ക് കണ്ടപ്പം മെയിൻ ഡ്രൈവർ കോ ഡ്രൈവർക്ക് കൊടുത്തു. ബ്ലോക്ക് കോ ഡ്രൈവർ ചുമ്മാ ഇരിക്കുന്ന മടുക്കുന്നു. ബ്രേക്ക് ഔട്ട് പിടിച്ച് കാല് വേദന എടുക്കുന്നെന്നും പറഞ്ഞ് അങ്ങോട്ട് ഒത്തിരി വണ്ടിയുണ്ട് കേട്ടോ, നല്ല ബ്ലോക്കാ. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ ആ നേരത്തെ പറഞ്ഞ മനകാമന ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആ ക്ഷേത്രത്തിന്റെ കവാടമാണ് ഇത്. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്.
അന്ന് വന്നപ്പോഴും നമുക്ക് ഇവിടെ പോകാൻ പറ്റിയില്ല. അതെ അതെ, അന്ന് വന്നപ്പോ പറഞ്ഞ ഇനി വരുമ്പോ പോണോന്ന്. ഇവിടുന്ന് കണ്ടേ റോപ്പ് വേ ഉണ്ട്, റോപ്പ് വേ. ആ മലയുടെ മുകളിലാണ് ക്ഷേത്രം. അവിടെ കാണാം കാണാം കാണാം. ആ താഴേന്ന് റോപ്പ് വേ ഉണ്ട്, അതുകൊണ്ടോ അങ്ങ് ആ മലയുടെ മുകളിലാണ് ക്ഷേത്രം. കുരിന്താർന്ന് ഈ സ്ഥലപ്പേര്. അത്ര ഇട കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങോട്ട് ഒരു ട്രാഫിക്കും ഇല്ല, തിരക്കും തീർന്നു. ഇത് ഇവിടുത്തെ പെട്രോൾ പമ്പാ. നമ്മുടെ പുറകെ വണ്ടികളൊന്നും ഇല്ല. മുന്നിലെ വണ്ടികളും പുറകിലത്തെ വണ്ടികളും ഒക്കെ അത് മിക്കവാറും അവിടെ ഇവിടുത്തെ കുറച്ച് നേരമായിട്ടില്ല, എനിക്കൊന്നും മറ്റേ വണ്ടി അവിടെ നിന്ന് എടുത്ത് പോകുന്നില്ല. അല്ല, അന്നേരം ചിലപ്പം ബ്ലോക്ക് ആയിക്കാണോ അവിടെ ഏതെങ്കിലും വണ്ടി വന്നിട്ട്. അതാ തൃശ്ശൂലി നദി ഇങ്ങനെ നമ്മുടെ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഈ നദിയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. മഞ്ഞൂരിൽ നിന്നായിരിക്കും അല്ലേ ഹിമാലയത്തില്? ഹിമാലയത്തിൽ മഞ്ഞൂരി വഴുന്ന വെള്ളമായിരിക്കും. മഞ്ഞുരുകാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ഈ സൈഡിലെല്ലാം ഒരുപാട് റിസോർട്ടുകളുണ്ട് ഈ നദിയുടെ സൈഡില്. അങ്ങോട്ടേ ഒന്നും കാണത്തില്ല ഇപ്പം. കോടമഞ്ഞ് മൂടി. നേപ്പാൾ ഓയിൽ കോർപ്പറേഷൻ ഇത് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പാണ്. ഈ ചെറിയ പെട്രോൾ പമ്പുകളെല്ലാം പഴയ പമ്പുകളാണ്. ഇപ്പം പുതിയതായിട്ട് വരുന്നതൊക്കെ നല്ല പാർക്കിംഗ് സൗകര്യവും വലിപ്പമുള്ള പമ്പുകളാണ്. ഇപ്പം വൈകുന്നേരം എവിടെയെങ്കിലും കിടക്കണല്ലേ, എല്ലാ പാർക്കിംഗ് ഉള്ള ഹോട്ടലോ സെക്യൂരിറ്റി ഉള്ളിടത്തോ അല്ലെ അതുപോലെ വലിയ വലിയ പമ്പിലും എല്ലാം നിർത്തിയിട്ടിട്ട് വേണം കിടക്കാൻ. കാലിയാണെന്ന് തോന്നുന്നു. അതെ, കാലിയാ. ഞാൻ ഓർത്ത് ട്രെയിലർ ഇത്ര സ്പീഡിൽ കൂളായിട്ട് എങ്ങനെ പോയി. കാലിവണ്ടിയാ. മഴ പിന്നെയും തകർക്കാണല്ലോ. പിന്നെ ശക്തി പ്രാപിച്ചു. ഓ, കാലി ട്രെയിലറാ എന്നെ പോക്കെ പോന്നെ. അവർക്ക് നിത്യത്തൊഴിലഭ്യാസ. അതൊക്കെ അതെ. എന്നാലും ഇതേ നദിയുടെ അക്കരെ മൊത്തം വീടുകളാണ്. ഇതൊരു റിസോർട്ടാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. ഇവിടെ എല്ലാം ഇതെല്ലാം മാല ഇടിഞ്ഞ് വീഴുന്ന കേട്ടോ ഇവിടെ എല്ലാം. എനിക്ക് മഴക്കാലത്ത് ഇതുവഴി വരാൻ പേടി തോന്നുന്നു അല്ലേ? കണ്ടോ ഈ പെട്ടിക്ക് അത് എന്തെങ്കിലും മിഷനറി വല്ലതും ആയിരിക്കും. ആംബുലൻസ് ആണോ? ആംബുലൻസ് ഫസ്റ്റ് എത്താ കയറി പോന്നെ. കയറ്റം നല്ല. ഇനി അങ്ങോട്ട് മൊത്തം അതെ. ഇനി കുറെ കയറി ചെന്നേച്ച് ഇറങ്ങാം. കുറച്ച് ഇറക്കം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് വന്നതല്ല, തിരിച്ച് ഞാൻ കാലിയായിട്ടൊരു വരവുണ്ട്. ലോഡ് ഇറക്കി കഴിഞ്ഞാൽ അത് തന്നെ, അങ്ങോട്ട് ഞാൻ നടന്നു വരും, തിരിച്ച് ഞാൻ പറന്നിറങ്ങും. ഇപ്പൊ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ഉറങ്ങാൻ പറ്റിയല്ലോ. ഇപ്പൊ ആലോചിക്കുന്നത്. ഒരാള് വണ്ടിക്ക് കാവലിരിക്കുക, രണ്ടുപേരും ഉറങ്ങാം. പിന്നെ ഷിഫ്റ്റ് എടുക്കാം, മാറി മാറി ഉറങ്ങാം. മഴ കൂടുകയാണല്ലോ. സമയം എത്ര മണിയാ? സമയം ഫോണേ നോക്കണം. 5 മണി. 5 മണി ആയതേ അല്ലേ? അല്ല, ഫോണേ 4:45 ആയതേ ഉള്ളൂ. അതെങ്ങനെയാ വരുന്നത്? ഞാൻ പറയാം, കൺഫ്യൂഷൻ. 15 മിനിറ്റ് കൂടുതലാണ് നേപ്പാളിൽ ഇന്ത്യൻ സമയത്തെക്കാട്ടിലും. വാച്ചിലായിരിക്കും 4:45. 5:15 ഫോണല്ല. അപ്പൊ അതാ ഇവിടുത്തെ സമയം. വാച്ചിലുള്ളത് 5 മണി. 5 മണി. അത് ഇന്ത്യൻ സമയം. മുകളിലേക്കേ എന്നാ ഹൈറ്റിലാ മല നിൽക്കുന്നത്. ആകാശത്ത് മുട്ടി നിൽക്കുന്ന പോലെ ഉണ്ട്. ആ മലഞ്ചെരുവിലേക്ക് നോക്കിയ തട്ടുതട്ടായിട്ടുള്ള കൃഷി അവിടെ. തണുപ്പായി. നമ്മളെ ഇത്രയും ദൂരം വന്നിട്ട് ഇപ്പൊ നമ്മളെ വേറൊരു രാജ്യത്തൂടെ പോകുന്നതെന്ന് തോന്നുന്നില്ല. തോന്നേ ഇല്ല. അതിന്റെ ഒരു ഫീലും ഇല്ല. അത് പിന്നെ എന്താ പറയാ, മിക്കവർക്കും ഹിന്ദി അറിയാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ വഴികൾ പോലെ തന്നെ. അതുമല്ല, ആൾക്കാർ നല്ല സഹകരണം ഇല്ലാത്തവരുണ്ട് കേട്ടോ. ഇന്നലെ ബ്രേക്ക് ലൈറ്റ് അഴിച്ച പോലൊക്കെ, ബ്രേക്ക് ലൈറ്റ് കൊണ്ടുപോയ പോലെ. വഴി നല്ല വഴി, കുലുക്കം. എല്ലാം വഴി പോയി കിടക്ക, വഴി പണിയാ. മഴയും കൂടെ പെയ്ത് കഴിയുമ്പോൾ തന്നെ അടിപൊളിയാ റോഡിന്റെ ഒരവസ്ഥ. മൊത്തം കട്ടറ. പതുക്കെ പോട്ടെ. കല്ലധികം കാണാനില്ലല്ലേ. ഇതൊരു പുതിയ പാലം, വലിയ പഴക്കമില്ലാത്തൊരു പാലമാണ്. ഈ SMLന്റെ ഈ വണ്ടി എല്ലാം 4 വീൽ വണ്ടികളാണ്. കണ്ടോ? അതൊക്കെ വല്ല മലമ്പ്രദേശത്തേക്കും ലോഡുകളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളായിരിക്കും. നദിയിൽ വെള്ളം നല്ല വെള്ളമാണ്. ഇവിടെ നദിയിലെല്ലാം മൊത്തം പാറക്കെട്ടുകളാണ്. വെള്ളം കണ്ടോ എന്നെ കലക്കലാന്ന് നോക്കി നദിയില്. മുകളിലേക്ക് നല്ല മഴയാന്ന് തോന്നുന്നു. ഇതേ ഒരു തൂക്കുപാലം. ഇപ്പൊ എത്ര തൂക്കുപാലം കണ്ടല്ലേ ഈ നദിയുടെ മുകളിൽ. ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും അല്ല, വലിയ ഒത്തിരി നീളമുള്ള തൂക്കുപാലങ്ങളുണ്ട്. വഴിയുണ്ടോ ഈ നദിയുടെ തീരത്തൂടെ തന്നെ? എത്ര കിലോമീറ്റർ നമ്മളിപ്പോ നദിയുടെ തീരത്തൂടെ വരാൻ തുടങ്ങിയിട്ട്. ചൂടെല്ലാം പോയി, നല്ല തണുപ്പായി.
മലമുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ? അപ്പുറം ഒരു ഓടെ കൂടെ വരുന്ന വെള്ളം കാണാമായിരുന്നു. ഇതിപ്പം മഴ പെയ്തതിൻ്റെ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചിക്കമംഗളൂരിൽ നിന്ന് ഫ്ലോറിങ്ങിനുള്ള ഉടൻ പാനലുമായിട്ടാണ് കാഠ്മണ്ഡുവിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് 15ാമത്തെ ദിവസമാണ്. അതെ അതെ. നാട്ടിൽ നിന്ന് പോന്നിട്ട് 3 ദിവസം കഴിഞ്ഞാൽ ഇവിടുന്ന് ചിക്കമംഗളൂരിൽ നിന്ന് പോകുന്നത്. പിന്നെ 3 ദിവസം ബോർഡറിൽ പോയി. ബോർഡറിൽ 2-3 ദിവസം കിടന്നു. അപ്പൊ അവര് ട്രാൻസ്പോർട്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾ പെട്ടെന്നാ വന്നെന്ന് പറഞ്ഞു. പെട്ടെന്നാ വന്നത്. സാധാരണ വണ്ടികൾ ഇതിലും ലേറ്റ് ആയിട്ടാ വരുന്നത്. നമ്മൾ ഇച്ചിരി താമസിച്ചാന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്നത്. അതെ. ഇവിടെയൊക്കെ കല്ല് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാ. വഴി കല്ല് കിടപ്പുണ്ടായിരുന്നു. കല്ലല്ലൊന്നും കയറ്റി വെക്കല്ലേ. ഇപ്പൊ തോട്ടിക്കൂടാണോ പോകുന്നത്? കണ്ടോ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ? പണിതപ്പോ ഇത് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സൗകര്യം ഇല്ല. അതാ നടന്നു കയറുന്ന മാറി നമ്മളിപ്പോ തുഴഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അയ്യോ, ഇത് വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഇല്ല. വഴി മൊത്തം പോകും. നാഷണൽ ഹൈവേ കുളമായി. ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡിങ് ഏരിയ. അത് ഈ സൈഡ് മൊത്തം. അതെ. മുമ്പേ കണ്ടായിരുന്നു 2 കല്ല് റോഡിനടുക്ക് വീണ് കിടക്കുന്നത്. അങ്ങനെയുള്ള കല്ല് ഒരു കാരണവശാലും ചെറിയ കല്ലാണെങ്കിലും കേട്ടില്ല. എന്നറിയോ, ഷാർപ്പായിട്ടുള്ള കല്ലായിരിക്കും. ടയർ പൊട്ടാൻ സാധ്യത ഉണ്ട് അങ്ങനെയുള്ള കല്ല കയറിയല്ലേ. ഇങ്ങോട്ട് നോക്കി എന്നാ രസമാണെന്ന് നോക്കിയേ. അതൊരു ഗ്രാമമാണ്. മലഞ്ചെരുവുകളിൽ വീടുകളല്ലേ. അങ്ങോട്ടുള്ള അങ്ങോട്ട് നടന്നു പോകാനേ പറ്റുള്ളൂ. ഏതാണ്ട് തൂക്കുപാലം ഉണ്ട്. തൂക്കുപാലമൊക്കെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. പിന്നെ ആയിരിക്കും ഇതൊക്കെ ഒപ്പെങ്ങും പണിതൊന്നുമല്ലോ. ഒത്തിരി പഴയ കാലത്ത് പണിതേക്കുന്ന പാലങ്ങളാണ്. ഇത് നമ്മളെ കാശ്മീർ പോകുമ്പം ചലം നദിയുടെ തീരത്തൂടെ പോകുന്ന പോലെ ഉണ്ടല്ലേ. വഴി മോശമാണെന്ന് ഓർത്തപ്പോഴും ഇത്രയും വിചാരിച്ചില്ലല്ലേ മുത്തേ? ഇത്രയും പ്രതീക്ഷിച്ചല്ലേ? ഒന്നും ആയിട്ടില്ല. അങ്ങോട്ട് ചെല്ലുന്നതല്ലേ ഉള്ളൂ. ഇവിടെയൊക്കെ നദി നല്ല വിശാലമായിട്ട് ഒഴുകുന്നു. ഹുഗ്ലി ബ്രിഡ്ജ്. ഇവിടെ ഗ്യാസിന് ക്ഷാമമുണ്ട് കേട്ടോ. ഗ്യാസ് കുറ്റി ഒത്തിരി ഇരിക്കുന്നതാണ്. അപ്പൊ ഞാൻ അവിടെ ഗ്യാസ് ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇതെല്ലാം കാലിയാ. ഇതേണ്ടിരിക്കുന്നതല്ല, മിക്കയിടത്തും ഇരിപ്പുണ്ട്. പക്ഷെ ഇതെല്ലാം കാലിയാ. ഗ്യാസിന് ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞു. നാട്ടിലും ഗ്യാസിനൊക്കെ പ്രശ്നമാ. ഇരുട്ടിയില്ലേ? ഇരുട്ടായി. 5:30 ആയതേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നില്ല കേട്ടോ. നേപ്പാളിൽ കൂടെ 1 കിലോമീറ്റർ പോലും ഞാൻ ഓടിച്ചില്ല. തരല്ലേ മുത്തേ? ഇനിയുണ്ട് 190 കിലോമീറ്റർ കൂടെ. 90 ഇല്ല, നീ അത് കുറവാ. കോടമഞ്ഞ് മൂടി. അങ്ങോട്ട് നോക്കി. ഇവിടെ എല്ലാം കല്ലിളകി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അവിടെ എല്ലാം മഞ്ഞിറങ്ങി, കോട ഇറങ്ങി. ഇവിടെയും ബ്ലോക്കാണല്ലോ. റോഡ് ബ്ലോക്കാണ്. കുറേ നേരമായി ഇങ്ങനെ നമ്മൾ ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. നല്ല മഞ്ഞും തണുപ്പും മഴയും. ചെറുതായിട്ട് വണ്ടി നീങ്ങാൻ തുടങ്ങി. എന്നാലും മുന്നോട്ട് പതുക്കെ ബ്ലോക്കായിയാ പോകുന്നത്. ഇവിടെ മിക്കവാറും വഴിപണി നടക്കുന്നതുകൊണ്ടായിരിക്കും ഈ ബ്ലോക്ക്. ഹാൻഡ് ബ്രേക്ക് ഇട്ടോ, നിർത്തിക്കോ, ഓഫ് ചെയ്തോ. ഡീസൽ ഓരോ തുള്ളിയും വിലപ്പെട്ടതാ കേട്ടോ. അതെ. നമ്മളിപ്പോ എവിടാന്നറിയോ? നമ്മളെ നേപ്പാളിലല്ലേ? നേപ്പാളിലാ. അത് നോക്ക്, മാപ്പിൽ നോക്ക്. ഇവിടെ ഇന്ത്യ, ഇവിടെ നേപ്പാൾ. നേപ്പാളിന്റെ ഒരു ഏകദേശം ഒരു സെൻട്രല്ല മധ്യഭാഗത്താണ്. ഇത് നമ്മള് സൊനോലി ബോർഡറിൽ കിടന്ന പോലാണോ? 10 മീറ്റർ വെച്ചെടുക്കും. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വണ്ടികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടുള്ള ലൈൻ അനങ്ങുന്നില്ല. 1.5 മണിക്കൂറായി നമ്മളിവിടെ വന്നിട്ട്. ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് കുറെ വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുമായിരിക്കും തോന്നുന്നു. മഴ തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇനിയും ഇടിമിന്നുന്നുണ്ട്. ഇതുണ്ട്, ഇത് BAB എന്നാ നമ്പർ. ബാഗ്മതി എന്ന് എഴുതിയിട്ടുണ്ട് മുകളിൽ. ബാഗ്മതി പ്രദേശ. ഇപ്പൊ വീട്ടിലേക്ക് 600 വണ്ടി ഓടിക്കാൻ കയറിയിട്ടുണ്ട്. അല്ല, ഞാനേ നേപ്പാളിൽ ഇന്നാൾ വന്നപ്പോഴും ഞാനത് ഓടിച്ചേ ഇല്ല. അപ്പം ഇപ്പൊ ഇങ്ങനോട്ട് ഒരു 1/2 കിലോമീറ്റർ വന്നതാണോ, അത്രേ ഉള്ളൂ. അപ്പൊ കുറച്ച് ഞാനങ്ങ് ഓടിക്കാം. അതും മൊത്തം ട്രാഫിക് ഉള്ള സ്ഥലം. അതാ ഞാൻ ചോദിച്ചാ ഓടിക്കുന്നോന്ന് ചോദിച്ചപ്പോ ഞാൻ ഓടിച്ചോളാൻ പറഞ്ഞു. ഞാൻ കുറെ നേരം ട്രാഫിക്കിലായിരുന്നു. എനിക്ക് കുറച്ചൊരു അച്ച എക്സ്പീരിയൻസ് ചെയ്തു. NH2 ഹൈവേ 2 പൃഥ്വിരാജമാർഗ്. അങ്ങ് അവിടെ ഉറുമ്പ് പോലെ പോകുന്ന കണ്ട, അതെല്ലാം വണ്ടി പോകുന്ന. ഇത് ഇത്രയും തിരക്കുള്ള ഒരു ഹൈവേ ആയിരുന്നു അല്ലേ? അത് തന്നെയല്ല, രാജ്യ തലസ്ഥാനത്തേക്കുള്ള വഴിയാണ്, ഹൈവേ ആണ്. ക്യാപിറ്റൽ. ഇങ്ങോട്ടൊക്കെ നല്ല ചെളിയുണ്ടല്ലേ വഴിയില്? ചെളി എന്ന് പറഞ്ഞാലേ ടാറിങ് ഉണ്ട്. അതിന്റെ മുകളിൽ മണ്ണ് വീണിട്ടുള്ള ചെളിയേ ഉള്ളൂ. അങ്ങനെ വലിയ പ്രശ്നമില്ല. തെന്നി പോകത്തൊന്നും ഇല്ല.
ബ്ലോക്ക് ഇല്ലാത്തടത്ത് ഇതുണ്ടോ ഇപ്പം വണ്ടി ഒന്നുമില്ല, എല്ലാ വണ്ടികളും പോയി, ഫുള്ള് പ്ലെയിൻ ആയിട്ട് കിടക്കുക. ആ ഇച്ചിരി കഴിയുമ്പോൾ കണ്ടോണം. എവിടെയെങ്കിലും വണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ബ്ലോക്ക് വണ്ടികളായിരിക്കും. ഇതെല്ലാം നേപ്പാൾ വണ്ടികൾ കേട്ടോ, വെളിയിൽ നിന്നുള്ള ഇന്ത്യൻ വണ്ടികൾ ഒന്നും അധികം കണ്ടില്ല നമ്മളല്ലേ വഴിയിൽ. അതെല്ലാം ഇന്നലെ രാത്രി വന്ന് കയറിപ്പോയി നമ്മളവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ. LPG വണ്ടികൾ എത്ര എണ്ണോ നോക്കി, ഇതെല്ലാം ലോഡ് ഇറക്കി തിരിച്ചു പോകാൻ കിടക്കുന്ന. LPG എല്ലാം സപ്ലൈ ചെയ്യുന്ന ഇന്ത്യയാ നേപ്പാളിന്. ആ ഇതേ ഇനി നല്ലൊരു ഇറക്കമാ, കുറച്ച് ഇറങ്ങി നല്ല വിളവാ. ക്യൂ പോലത്തെ വളവാ, നമ്മൾ നേരെ താഴോട്ടിറങ്ങാം. ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ കടകളുണ്ടല്ലോ. കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ഈ നദിയുടെ തീരത്ത് മൊത്തം അങ്ങ് തൊട്ട് കടകളാ, ഹോട്ടലുകളാ. എന്നാ മഴയായിരുന്നു നോക്കി, മൊത്തം വെള്ളക്കെട്ടാ. മഴ കാര്യമായിട്ട് പെയ്തു. അതെ, ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ കാശ്മീർ പോകുന്ന വഴി പോലെ തന്നെ. ഈ നദിയുടെ തീരത്ത് മലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. വലിയ കയറ്റമൊന്നുമില്ല, ചെറിയ സ്ലോപ്പായിട്ടുള്ള കയറ്റം. ആ ടാറിങ് ഒന്നുമില്ല, എല്ലാം പോയി. ടാറിങ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയതാ. ഇപ്പൊ ഓടിയിട്ടും തീരുന്നില്ലല്ലോ. ആ ഇങ്ങനല്ലേ പോന്നേ, പിന്നെ അങ്ങനെ തീരും. അതെ, നമ്മുടെ വണ്ടികളൊന്നും കാണുന്നില്ലല്ലോ. എവിടെ ഇന്ത്യൻ വണ്ടികളോ? ഇന്ത്യൻ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാഠ്മണ്ഡുവിന് വരുന്ന വണ്ടികൾ കുറവായിരിക്കും. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ബോർഡർ കഴിഞ്ഞിട്ട് പിന്നെ 10, 15, 20 പല സ്ഥലങ്ങളിലേക്ക് വണ്ടി പോയിട്ടുണ്ട്. 20 കിലോമീറ്ററൊക്കെ അടുത്തുള്ള, അങ്ങനെ പലയിടത്തോട്ടും പോയിട്ടുണ്ട്. അതാ വണ്ടി അധികം കാണാത്തത്. പിന്നെ ഇതൊരു രാജ്യമല്ലേ, അപ്പം ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള ലോഡുകൾ വരുമല്ലോ. അപ്പൊ അത് പല സ്ഥലങ്ങളിലേക്കും സ്പ്ലിറ്റ് ആയിപ്പോയി. അതാ രാത്രി കുറെ വണ്ടികളൊക്കെ പോയല്ലോ. ആ അതെ, തിരിച്ചു പോകുന്ന കണ്ടില്ലേ വണ്ടികൾ ഒത്തിരി. പിന്നെ രാത്രി വന്ന വണ്ടി, അതാ ഞാൻ പറഞ്ഞു, എല്ലാം കാഠ്മണ്ഡുവിനായിരിക്കുമല്ലോ ലോഡ്. ഇന്നലെ നമ്മള് രാത്രിയിലല്ലേ പോകുന്നത് അവിടുന്ന്, 10 മണിയായപ്പോ. ഞാനാ ഒരു 3 മണി 4 മണിയായപ്പോ ഔട്ട് ഗേറ്റിന്റെ അവിടെ നിന്നപ്പോഴേ ഒരു തമിഴ്നാട് വണ്ടി കണ്ടായിരുന്നു. കരിക്കുമായിട്ട് കാഠ്മണ്ഡുവിന് വരുന്നൊരു വണ്ടി, 12 കിലോ വണ്ടി. അപ്പോൾ അവർക്ക് അന്നേരം അവർ ഗേറ്റിൽ വെച്ചാണ് കാണുന്നത്. അവർ അന്നേരം ഇറങ്ങിപ്പോകുന്നായിരുന്നു ഉച്ചയായപ്പോൾ. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ കരിക്ക് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡു വരെ വരുന്നുണ്ട്. ഓർത്ത് നോക്കി, ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാ. കഴിച്ചിട്ട് പോലെ. പിന്നെ കടയൊന്നും കണ്ടില്ലെങ്കിലും നേപ്പാളിലേക്ക് വന്നപ്പോൾ ആർക്കും കുക്ക് ചെയ്യാൻ താല്പര്യമില്ല, കടയിൽ നിന്ന് കഴിക്കാൻ. മഴയൊക്കെ അല്ലായിരുന്നോ? അല്ല, ഇവിടെ ചാവലുണ്ട്, അതുകൊണ്ടാ. ചോറുണ്ട്, ചോറ്. എനിക്ക് വെള്ളച്ചാവൽ അത്ര ഇഷ്ടമൊന്നും അല്ല, പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചാവൽ കഴിക്കാം. ഞാൻ ആ കടയിൽ ചോദിച്ചേ ചപ്പാത്തിയോ റൊട്ടിയോ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, നേപ്പാളിൽ ചപ്പാത്തിയും റൊട്ടിയൊക്കെ കിട്ടാൻ പാടാ, ഞങ്ങളെല്ലാം ചാവലാണ് കഴിക്കുന്നത്. രാവിലെയും ചോറ്, വൈകിട്ടും ചോറ്, ഉച്ചയ്ക്ക് പിന്നെ ചൗമീനോ എന്തെങ്കിലും ഒക്കെ കഴിക്കുമെന്ന് പറഞ്ഞു. അല്ല, പിന്നെ ചിലയിടത്തൊക്കെ രാവിലെ നമ്മളിന്ന് രാവിലെ കയറിയ കടയില്ലേ, അവിടെയൊക്കെ രാവിലെ ചെറുതായിട്ടാണ് കഴിക്കുന്നത്, മറ്റേ പക്കോടയും സമൂസയൊക്കെ. അപ്പൊ എനിക്ക് ചോറ് വേണമെന്നില്ല, ഉച്ചക്കത്തെ ചോറ് ഊണേറ്റ് പോയി, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു ഊണ് മതി. ചെറുതായിട്ട് വല്ലതും കഴിക്കാം. നല്ല പുതിയ അടുപ്പ് കണ്ടോ, തീ കത്തിച്ചിട്ടില്ല, എല്ലാം റെഡിയാക്കി ഇട്ടിട്ടേ ഉള്ളൂ. നമുക്കുള്ള ചോറും കറികളും ഒക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് ചോറ് വേണ്ട, ഞാനൊരു ഓംലെറ്റ് പറഞ്ഞു. തണുപ്പുണ്ട് കേട്ടോ, തണുപ്പുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു പ്ലേറ്റ് ചോറ് പറഞ്ഞു, നല്ല ചൂട് ചോറ്. ഉച്ചക്കത്തെക്കാട്ടി കറികളൊക്കെ ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. പയറ്, ഇത് പയറാന്ന് തോന്നുന്നു, പച്ചപ്പയർ പോലത്തെ പയർ. ഇത് ചെറുപയറല്ല, വൻപയർ പോലെ. ഇത് പിന്നെ ഇല ഉച്ചക്കത്തെ. ഇതെന്നെ നോക്കട്ടെ, അത് ക്യാബേജ് പോലെ. ഇത് കോളിഫ്ലവർ ആണ് തോന്നുന്നു, ഉരുളക്കിഴങ്ങും. പിന്നെ ഇതേ ദാലല്ലേ ഇത്? ദാലല്ലേ ഈ കളറല്ലേ? അതെ. പിന്നെ അതെ, ആ ഓംലെറ്റും പറഞ്ഞു. ഞാനൊരു ഓംലെറ്റോട് പറഞ്ഞിട്ടുണ്ട്. ചൂട് ചോറ്, 2 ചോറ് പ്രേമികൾക്ക് ചോറ് മേടിച്ചു കൊടുത്തു. ഇച്ചിരി ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇതുകൊണ്ട് ഈ ചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നത് എന്നാണെന്നറിയാമോ? കാച്ചിക്കയില്ലേ, കാച്ചിലും പിന്നെ അതായത് കുമ്പളങ്ങ പോലത്തെ ഒരു സാധനമുണ്ട്, അതും കൂടെ മിക്സ് ചെയ്തിട്ടേക്കുന്ന. പിന്നെ 2 മസാലയൊക്കെ ഇട്ട് തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടത്തെ ഫുഡ് കഴിച്ചതിന് 440 നേപ്പാളി റുപ്പി. അതായത് 3 ഓംലെറ്റും ഒരു ഊണും, 3 ഡബിൾ ഓംലെറ്റ്. അപ്പോൾ ബാക്കി ഇതേ 550-60 രൂപ തിരിച്ചു തന്നു. നമ്മുടെ അവിടെ 500 രൂപ ഒന്നും ഇല്ലല്ലോ ഇപ്പം. അതെ, ഇവിടെ 500 ഉണ്ട്. 1000 കൊടുത്തപ്പം ബാക്കി 500 രൂപ. 500 നോട്ട് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഓർത്ത് 1000 ഉള്ളോന്ന്. അപ്പം 500 ഉണ്ട്, എല്ലാ നോട്ടും ഉണ്ട്. അതെ, എല്ലാ നോട്ടും ഉണ്ട്. ഈ കിടക്കുന്ന എല്ലാം ഇന്ത്യൻ വണ്ടികളാണ്. ഇതെല്ലാം കാഠ്മണ്ഡുവിൽ ലോഡ് ഇറക്കാൻ പോകേണ്ട വണ്ടികളാണെന്ന് തോന്നുന്നു.
എല്ലാരും ഇവിടെ നിർത്തിയിട്ടേക്കുന്നു. പിടിയില്ല. കുറേ വണ്ടികളുണ്ട് കണ്ടോ. ഇത് ചിലപ്പോൾ നമ്മുടെ കൂടെ ഇന്നലെ രാത്രിയിലേക്ക് അവിടുന്ന് പാസ്സായ വണ്ടികളായിരിക്കും. ഇത് നേപ്പാൾ വണ്ടിയാ. എല്ലാ വണ്ടികളും ഇവിടെ നിർത്തിയിട്ടേക്കാണല്ലോ. അങ്ങോട്ട് വല്ല വഴി വല്ലതും ബ്ലോക്ക് ഉണ്ടോ? അതാ ചോദിക്കണോന്ന് വെള്ളത്തിന് അടുത്ത് പോകാനാണോ? ഒരു നമ്മുടെ പാർട്ടി വിളിച്ച് പറഞ്ഞായിരുന്നേ, ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും നമുക്ക് അവിടെ ബ്ലോക്ക് കിട്ടിയത്. കുറച്ച് ദൂരം നല്ല വഴിയായിരിക്കും, പിന്നെ കുറേ നേരം ഇതുപോലെ തന്നെ മോശമായിരിക്കും. മൊത്തം പൊളിഞ്ഞ് ടാറിങ് പോലും ഇല്ലാതെ കിടക്കുന്ന വഴികളൊക്കെ. ഇതുകൊണ്ട് എന്നെ കുഴിയാന്ന് നോക്കി ആണല്ലോ. ഇപ്പൊ ഈ ഒരു മല ഇറങ്ങി അടുത്ത മലയുടെ സൈഡിൽ കൂടെ പോന്നേ. മല ഇങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ഇതിനൊരു അവസാനം ഇല്ലേ? അതെ അതെ. നല്ലൊരു കയറ്റമാണല്ലോ ഇത്. ഈ കയറ്റമൊന്നും കുറയ്ക്കാതെ ഇവര് വഴി പണിയുന്നല്ലേ? അല്ല, ഇതിപ്പോ അങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ? എല്ലാം മലയിലോട്ടല്ലേ കയറി പോന്നേ. അല്ല, എന്നാലും കുറച്ചുകൂടെ ഒക്കെ ലെവൽ ചെയ്യത്തില്ലേ? ഇതുവരെ വലിയ കുത്തുകയറ്റം ഇല്ലായിരുന്നല്ലോ, എല്ലാം സ്ലോപ്പായിട്ടുള്ള കയറ്റങ്ങളല്ലേ. അപ്പോഴേ നമ്മൾ ഈ മലയെല്ലാം കയറി ഇതിന്റെ മോളിൽ ചെല്ലണം. മോളിൽ ചെന്നിട്ട് താഴേക്ക് കുറെ ഇറങ്ങണം, താഴ്വരയിലേക്ക്. എല്ലാം വഴി ഭയങ്കര മോശമാണ്. വണ്ടികളൊന്നുമില്ല, വണ്ടിത്തിരക്കൊക്കെ കുറഞ്ഞു. കുറെ പേരൊക്കെ ഉറങ്ങാനും ഒക്കെ ആയിട്ട് നിർത്തിയല്ലോ. ലാൻഡ് സ്ലൈഡിങ് ഏരിയ തോന്നുന്നു ഇവിടെ. ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം ടാർ ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ, പഴയ ടാറിങ് എല്ലാം പൊളിച്ചെടുത്തേക്കുന്ന. എന്നാണോ ടാർ ചെയ്യുന്നത്? അതാ ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ എന്താ വർക്ക് നടക്കുന്നതാന്ന് തോന്നല്ലേ? അതല്ല, ക്രഷറാണോ എന്നാന്ന് അറിയത്തില്ല. മഞ്ഞ് പോലെ തോന്നും കണ്ട. അവിടെ വല്ല ടണലും പണിയുന്നതാണോ അതോ ഞാൻ അറിയത്തില്ല. ഭയങ്കര പൊടിയാ, പുക പോലെ. മുട്ടയൊക്കെയാലും ഊണൊക്കെ കഴിഞ്ഞ് ചാലനേരം കിടക്കട്ടെന്ന് പറഞ്ഞ് കയറി കിടന്ന് ഇറങ്ങിപ്പോയി. കണ്ടോ, ഇപ്പം ഇറങ്ങുക. ഇതിങ്ങനെ കയറ്റം കയറി ഇറങ്ങി അങ്ങ് പോവുക. രാത്രിയായപ്പോൾ വണ്ടികളൊക്കെ വളരെ കുറവാണ്. എല്ലാവരും സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഉറങ്ങുക എല്ലാവരും. താഴെയൊക്കെ ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു. കയറ്റം അങ്ങോട്ട് വലിക്കുന്നില്ലല്ലോ. കയറ്റം ഭയങ്കര കയറ്റം കേട്ടോ. നമ്മള് കാശ്മീർ കയറി പോകുന്ന പോലെ ഒന്നും അല്ല. അതിലും കുത്തു കയറ്റം. എത്ര കിലോമീറ്റർ ആയെന്നറിയോ? ഒരു 8-10 കിലോമീറ്റർ ഫസ്റ്റ് തന്നെ കയറി വരുന്നത്. ഭയങ്കര കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര കയറ്റാ. ഡീസലെല്ലാം തീർന്നു. ഫുൾ ടാങ്ക് അടിച്ച ഡീസൽ പകുതിക്ക് താഴെയായി. ഭയങ്കര കയറ്റാണ് ഇത്. നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. ഫസ്റ്റ് തന്നെ എത്ര കിലോമീറ്റർ വന്നറിയോ? ഫസ്റ്റ് സെക്കൻഡ് തന്നെ നമ്മളാ ഫുഡ് കഴിക്കാൻ നിർത്തിയില്ലേ, അവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്ന ഇപ്പോൾ ഒരു 40 കിലോമീറ്റർ 45 കിലോമീറ്റർ വന്നിട്ടുണ്ട്. എല്ലാം ഫസ്റ്റും സെക്കൻഡും തന്നെ. ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ കിടക്കുന്ന കയറ്റമാണ്. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നു വെച്ചാൽ ഇന്നാള് വന്നപ്പം തിരിച്ചങ്ങോട്ട് പോയതേ ഉള്ളൂ. ഇതിലേ കയറി വന്നില്ല. അത് നല്ല ഭയങ്കര കുത്ത് കയറ്റമാണ്. വഴി ഉണ്ടാക്കിയേക്കുന്ന എല്ലാം അതുപോലെ ഇങ്ങനെ എന്നെ നിർത്തി. അന്നത്തെക്കാട്ടി വഴി പുതുക്കി പണിതിട്ടുണ്ട് നല്ലപോലെ. കണ്ടോ, ബസ്സിലാവുന്നത് ഫസ്റ്റ് കൊടുത്തിട്ട് ഇടയ്ക്ക് വലിക്കുന്നില്ല, ഇടയ്ക്ക് നിൽക്കുക. വഴിയെല്ലാം ടാറിങ്ങെല്ലാം ഉണ്ട്, വഴി കുഴപ്പമില്ല. അവിടെ ഇങ്ങോട്ട് വന്നിട്ട് വഴി മോശമില്ല, നല്ല വഴിയാണ്. പക്ഷെ ഭയങ്കര കയറ്റമാണ്. അതാ ഈ വളവങ്ങ് തിരിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം തീരുമെന്ന് ഓർക്കും, പിന്നെ അങ്ങനെ പോവാ. ഓരോ വളവും വരുമ്പം പ്രതീക്ഷിക്കും. നമ്മൾ കയറി വന്ന വഴിയാ ആ താഴെ കാണുന്നതെല്ലാം, ഈ രണ്ട് സൈഡിലും കാണുന്നത്. ഒരുപാട് ഉയരത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ മലയിൽ കൂടെ എല്ലാം കണ്ടോ, അതെല്ലാം വീടുകളാണ്. വണ്ടിക്കാരെല്ലാം ഉറങ്ങാൻ വേണ്ടി നിർത്തിയേക്കുന്ന. ഇവിടെയുള്ള വണ്ടിക്കാരായതുകൊണ്ട് കുഴപ്പമില്ല, ബ്രേക്ക് ലൈറ്റ് ഒന്നും കഴിച്ചോണ്ട് പോകില്ല. ഞാനേ ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ആ താഴെ നിന്ന് കയറി വന്ന വീട് ആ വഴിയുടെ ഒന്ന് എടുക്കാൻ വേണ്ടി ചെന്നിട്ടേ, അപ്പം അവിടെ ഒരു വണ്ടിക്കാരനെ കണ്ടേ. പുള്ളിയോട് ഞാൻ ചോദിച്ചു, പുള്ളിയോട് ഞാൻ പറഞ്ഞു എന്നാ വഴി ഭയങ്കര കയറ്റമാണ്. പുള്ളി പറഞ്ഞു, ആഹാ നിങ്ങളെല്ലാം നല്ല വഴിയിൽ ഓടിക്കുന്നവരല്ലേ, എനിക്ക് കാഠ്മണ്ഡുവിൽ നിന്ന് 2 ദിവസം വേണം എൻ്റെ നാട്ടിൽ ചെല്ലണമെന്ന്. ലോറി 12 കിലോ വണ്ടി 2 ദിവസം. അപ്പം ഞാൻ കിലോമീറ്റർ എത്രയുണ്ട്? കിലോമീറ്റർ 127 കിലോമീറ്ററേ ഉള്ളൂ. 2 ദിവസം ഓടിയാലേ ഉള്ളൂ. ചൈന ബോർഡറിലാണ്, ഭയങ്കര മലയാണ്. അപ്പോൾ നമ്മളോട് ഇനി അപ്പുറം കണ്ട ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നിൽക്കാനാ പാർട്ടി പറഞ്ഞേക്കുന്നത്. എന്നിട്ട് രാവിലെ അങ്ങോട്ട് ചെന്നാൽ മതി എന്നാ പറഞ്ഞത്.
അല്ല അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കള്ളന്മാരുള്ളടോ ഡീസലും ഒക്കെ മോഷണം പോകുന്നു. ബാക്കി സാധനം ഇവിടെ വണ്ടിയുടെ പോകും. അതെ, പച്ചക്കറി വണ്ടിയാ പോകുന്നത്, ക്യാരറ്റാ. ഈ മുതുകയറ്റം ഒന്നും തീരുന്നില്ലല്ലോ. അയ്യോ, ഇത്രയും പ്രതീക്ഷയില്ല. ആദ്യം എല്ലാം സ്ലോപ്പിലുള്ള കയറ്റമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് കയറ്റം വഴി നല്ല കേട്ടോ, പക്ഷെ കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കയറ്റം, ഒരു മഴയില്ലാത്ത കയറ്റം. മഴയില്ലാത്ത. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് മലകൾ കയറിയത് മുകളിലെത്തി. ഇനിയിപ്പം കാഠ്മണ്ഡുവിലേക്ക് ഒരിറക്കമാണ്. ഇനി ഒരു മല ഇറങ്ങണം. ഒരു 15 കിലോമീറ്റർ ദൂരവും കൂടെ ഉണ്ട്. അതാണ് ഇറങ്ങി ചെല്ലുന്ന താഴ്വരയാണ് കാഠ്മണ്ഡു വാലി. പാർട്ടി നമ്മളോട് രാവിലെ 4 മണിക്ക് എല്ലാനാണ് പറഞ്ഞേക്കുന്നത്. അന്നേരത്തിനും പണിക്കാരൊക്കെ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് നാളെ രാവിലെ പോയി ലോഡൊക്കെ ഇറക്കാം. ആ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.